വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബെത്ലഹേമിലെത്തിയ റൂത്ത് നവമിയുടെ അനുമതിയോടെ ബാർലി കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിൽ കാലാപിറക്കാൻ പോയത് എലിമേലെക്കിൻ്റെ ബന്ധുവായ ബോവാസിൻ്റെ വയലിലാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ബോവാസ് റൂത്തിനെക്കുറിച്ചും തൻ്റെ ഭൃത്യന്മാർ വഴി മനസ്സിലാക്കിയിരുന്നു. അവൾ ബോവാസിനോട് കാലപിറക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2-12 അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് കാലാപിറക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു. നവമിയുടെ നിർദ്ദേശപ്രകാരം റൂത്ത് ബോവാസിൻ്റെ മെതിക്കളത്തിൽ താമസിച്ചു. റൂത്ത് തിരിച്ചു പോകുമ്പോൾ ബോവാസ് അവൾക്ക് 6 അളവ് ബാർലി നൽകി. ബോവാസ് എലിമേലെക്കിൻ്റെ മറ്റൊരു അടുത്ത ബന്ധുവുമായി തൻ്റെ സമൂഹശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ എലിമേലെക്കിൻ്റെ അവകാശങ്ങളോടൊപ്പം റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. അയാളത് നിഷേധിച്ചതുകൊണ്ട് അടുത്ത ഊഴം ബോവാസിൻ്റേതായിരുന്നു. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമേലെക്കിൻ്റേതും മഹലോൻ, കിലിയോൺ എന്നിവരുടെയുമായ എല്ലാം നവമിയിൽ നിന്ന് ഞാൻ വാങ്ങിയെന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. മോവാബിയും മഹലോൻ്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ്. അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെയാക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബെത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-9 വരെയുള്ള തിരുവചനങ്ങൾ. റൂത്തിന് ബോവാസിൽ നിന്നും ജനിച്ച പുത്രനാണ് ഒബൈദ്. അവൻ ദാവീദിൻ്റെ പിതാവായ ജെസ്സയുടെ പിതാവാണ്. റൂത്തിൻ്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.